ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാസ്റ്റിക് കവറുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് ദിവസമായി പ്ലാസ്റ്റിക് കവറിൽ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇന്ന് നല്ല റെഡ് കളറിലുള്ള 2 പ്ലാസ്റ്റിക് കവർ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ പാടെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇതുപോലുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു കവർ ഞാൻ കളയാറില്ല, എടുത്ത് വയ്ക്കാറാണ് പതിവ്. അപ്പോൾ ചെറുതായിട്ട് ചുക്കി ചുളുങ്ങിയൊക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഡയറക്റ്റ് അയൺ ചെയ്യരുത്, ന്യൂസ് പേപ്പർ ഇട്ടതിന് ശേഷം മാത്രം അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ആ ഒരു താഴത്തെ അത്രയും ഭാഗവും പിന്നെ മുകളിലത്തെ ആ ഒരു പിടിക്കുന്നില്ല ആ ഒരു ഭാഗവും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ആ രണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും പോർഷനാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും എടുത്തു. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്രാഫ്റ്റുകളിലും ഈ ഒരു ഐറ്റം നമ്മൾ കൂടുതലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു കെട്ടുകമ്പി എടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു നോസ് പ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് താഴത്തെ അത്രയും ഭാഗം ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേനും ഇതുപോലെ നമുക്ക് കിട്ടും. ഈ ഒരു കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റം വരുത്താം. അപ്പോൾ ഇത് അത്രയും നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു കമ്പി ഒന്ന് ഇൻസർട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം താഴ്ഭാഗത്ത് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഞാൻ അങ്ങനെ 5 പെറ്റൽസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് നൂല് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഒന്നാമത്തെ പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് സെയിം മെത്തേഡാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കാര്യം നമ്മുടെ വീട്ടിൽ ഉള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ ക്രാഫ്റ്റുകളും ചെയ്തെടുത്തിട്ടുള്ളത്. കൂടുതലും നമ്മളെ വീട്ടിലെ വേസ്റ്റായിട്ട് ഈ കളയുന്ന പ്ലാസ്റ്റിക് കവർ അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ്, പിന്നെ പഴയ തുണികൾ വെച്ചിട്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ലെഗിൻസ് പാൻറ് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കൂട്ടുകാർ നമ്മൾ 5 പെറ്റൽസ് ഒരേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ കമ്പിയാണ് നമ്മൾ ഇൻസർട്ട് ചെയ്ത് വെച്ചത്, അതായത് കെട്ടുകമ്പി. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് എങ്ങോട്ട് വേണോ സൈസ് മാറ്റാം. പിന്നെ ഫ്ലവർ മേക്കിംഗ് വയേഴ്സ് ഇതുപോലുള്ള വയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയുള്ള സെപ്പറേറ്റ് ഇതുപോലുള്ള സ്റ്റീൽ വയേഴ്സൊക്കെ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇതുപോലെ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോന്നും കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പെറ്റൽസും നമ്മൾ ഒരേ രീതിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 3 കെട്ടുകമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു പെറ്റൽസ് വെച്ച് കൊടുക്കുന്ന മെത്തേഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇത്രയും സ്പേസ് വിട്ടിട്ട് വേണം ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ പിന്നെ നിങ്ങൾക്ക് ഓരോ പെറ്റൽസായിട്ട് നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഒന്നിച്ച് എല്ലാ പെറ്റൽസും വച്ചതിന് ശേഷമാണ് കെട്ടി കൊടുക്കുന്നത്. ചിലപ്പോൾ ഇത് നന്നായിട്ടിരിക്കാൻ സാധ്യതയില്ല ഒന്നിച്ച് വയ്ക്കുവാണെങ്കിൽ. ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഒന്നിച്ച് വച്ചതിന് ശേഷം നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഏതാണ്ട് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. കാര്യം റെഡ് കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതാണ്ട് അതുമായിട്ട് സാമ്യമുള്ള ഒരു പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും പ്ലാസ്റ്റിക് കവർ വെറുതെ പാഴായി പോയില്ല. ഒരു അടിപൊളി ഐറ്റം തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ 5 പെറ്റൽസും ഇതുപോലെ നന്നായിട്ടൊന്ന് നൂല് വെച്ചിട്ട് കെട്ടി മാക്സിമം കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ഈ ഒരു കമ്പിയായിട്ട് തന്നെ ചേർത്ത് അത് കെട്ടുക. പ്ലാസ്റ്റിക് കവർ മാത്രമായിട്ട് കെട്ടാതെ മാക്സിമം ആ ഒരു കമ്പിയായിട്ടൊന്ന് ജോയിൻ ചെയ്ത് നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത്രയും പ്രോസസ്സിങ് അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ട് ബാക്കി ബാലൻസ് ആയിട്ട് വന്ന കുറച്ച് പ്ലാസ്റ്റിക് കവർ തണ്ടിൻ്റെ ഭാഗത്തോട്ട് ഞാനൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നൂല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നൂല് വെച്ച് കെട്ടിയില്ലെങ്കിലും സാരമില്ല, നിങ്ങളുടെ കയ്യിൽ ലൈറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നൂല് വെച്ചിട്ട് അത് കെട്ടിക്കൊടുത്തത്. അങ്ങനെ അത്രയും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ തണ്ടൊന്ന് നന്നായിട്ട് ചുറ്റിയെടുക്കുക. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അവർക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ, കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഒരുപാട് പേര് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ആരും മറക്കരുത്, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തണ്ടും പൂവൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുകളിലുള്ള ഈ ഒരു ഐറ്റം, അത് പൂമ്പൊടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ കയ്യിൽ നല്ല യെല്ലോ കളറിലുള്ള ബീഡ്സൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് കൊണ്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി ഫെവി ബോണ്ട് അതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മൾ വെച്ചു കൊടുത്ത ആ ഒരു കമ്പി ഉണ്ടല്ലോ, ഈ ഒരു കെട്ട് കമ്പി, അതിൽ മൊത്തത്തിൽ യെല്ലോ കളർ അടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതടിക്കാതെ നേരെ നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്ത് കൊടുത്തത്. പിന്നീട് ഞാൻ ഓർത്തു, അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ആ ഒരു നമ്മുടെ കെട്ടുകമ്പിയിലോട്ട് ഈ ഒരു പെയിൻ്റ് അടിച്ചു കൊടുക്കുക. യെല്ലോ കളർ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി ആ ഒരു കെട്ടുകമ്പിയുടെ അറ്റത്തായിട്ട് ഇതുപോലെ ചെറിയ ബീഡ്സ്, ഞാൻ നല്ല റെഡ് കളറിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നോസ് പ്ലെയർ വെച്ചിട്ടൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തപ്പോഴത്തേനും സംഭവം അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സ്ഥിരം പറയുന്ന ഡയലോഗാണ്, എന്നാലും
ഞാൻ സത്യം പറയാം ഒട്ടും ഈ ഒരു ഐറ്റം, ഈ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല. പക്ഷെ ചെയ്ത് വന്നപ്പോൾ അതിങ്ങനെ ഒരു ഐറ്റം ആയിത്തീർന്നു. ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ എടുത്തത്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു അടിപൊളി ലുക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ കൂട്ടുകാരെ, എന്തായാലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറൊന്നും കളയാതെ ഇതുപോലെ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലും അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒരുപാട് വെറൈറ്റീസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കൂടെ ഇതും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂവ് എടുത്തപ്പോൾ നമുക്ക് വലിയൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് എന്തായാലും 2 ഇലകളൂടെ നമുക്ക് വച്ചു കൊടുക്കണം, എങ്കിലേ ഒരു അടിപൊളി ചെമ്പരത്തി പൂവ് ആവത്തുള്ളൂ. അപ്പോൾ ഇലകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാസ്കിൻ ടേപ്പാണ്. എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കും, ചിലരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. അവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് പേപ്പർ, സാധാ ബുക്ക് പേപ്പർ എടുത്തതിന് ശേഷം ലീഫിൻ്റെ മോഡലിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ മാസ്കിൻ ടേപ്പ് ഉള്ളവർ അതെടുക്കുക. എടുത്തതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കമ്പി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ടേപ്പ് ഇതുപോലെ 2ആയിട്ടൊന്ന് ചുറ്റിയെടുക്കുക. എടുത്തതിന് ശേഷം അടുത്ത ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിനൊന്ന് മടക്കി അടുത്തൊന്ന് എടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അടിപൊളി ഇല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിനേക്കാൾ എളുപ്പ വഴിയാണ് നമുക്ക് ബുക്ക് പേപ്പറിൽ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് അടുത്ത ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ബുക്ക് പേപ്പറിൽ നിന്ന് തന്നെ ലീഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ അത്രയും ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി കട്ട് ചെയ്തെടുക്കുക. ലീഫിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, ചെമ്പരത്തിയുടെ ഒരു പ്രത്യേകതരം ഷേപ്പാണ്. നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ചെറിയൊരു സൈഡിലൊക്കെ ഇതുപോലത്തെ ചെറിയ വെട്ടും കുത്തുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ലീഫ് കട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ താഴെ നിന്ന് എനിക്ക് എപ്പോഴും ഈ താഴെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴേ സംഭവം ശരിയായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ വീണ്ടും മുകളിൽ നിന്ന് കെട്ടിയത് കൊണ്ടാണ് അത് തിരിച്ച് ഇതായിപ്പോയത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ വീണ്ടും എങ്ങനെയാണോ ഈ സൈഡിൽ കട്ട് ചെയ്തത് അതുപോലെ ഒന്ന് ഇപ്പുറത്തെ സൈഡിലൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇലയ്ക്ക് കുറച്ച് നീളം കൂടിപ്പോയി എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ അതിനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മൾ നല്ല ഗ്രീൻ കളറ് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇലയിലോട്ട്. അങ്ങനെ നമ്മൾ 2 ഇല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, നമുക്ക് ഒന്ന് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം സിമ്പിളാണെന്ന്. അങ്ങനെ ഇത് 2 ലീഫ് റെഡി ആയിട്ടുണ്ട്. അത് രണ്ടും നമ്മുടെ പൂവിലോട്ടൊന്ന് വച്ച് കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ഡാർക്ക് ഷെയ്ഡൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. അങ്ങനെ ഇത് അടിപൊളി ചെമ്പരത്തി പൂവ് ഞാൻ ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അടിപൊളി ചെമ്പരത്തി പൂവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണോ ഫീഡ്ബാക്ക് അത് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.